നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേ ഈ നാട്ടുകാരെന്ത് ചിന്തിക്കും, നമ്മളെന്തെങ്കിലും അങ്ങനെ ചെയ്ത നാട്ടുകാരെന്ത് തോന്നും? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഇഷ്ടമാണ്, സ്നേഹമാണ്, ജസ്റ്റ് അവരുടെ ജാതി വ്യത്യാസമായിരിക്കും. ഇപ്പം അധികം ജാതി നോട്ടമില്ല, എന്നാലും ജാതി നോക്കുന്ന സ്ഥലങ്ങളുണ്ട്. ജാതി വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും പറയുന്നത്? അപ്പം അമ്മ എനിക്ക് ഇന്നത് കൂട്ടാ, എനിക്ക് ആ ചെറുക്കനെ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ആ പെണ്ണിനെ എനിക്കിഷ്ടമാണ്. അന്നേരം അവർ പറയുന്നത് എന്താണ്? വീട്ടുകാരെന്തായിരിക്കും മാക്സിമം പറയുന്നത്? അയ്യോ അങ്ങനെ പറയരുത്, നാട്ടുകാരെന്ത് വിചാരിക്കും, നമ്മുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് വയ്യ തലേ തുണിയിട്ടുകൊണ്ട് നടക്കാൻ, അതുകൊണ്ട് നമ്മുടെ സ്വജാതി മാത്രം മതി. അപ്പോൾ അവിടെ തീർന്ന് അതുങ്ങളുടെ ആ ഒരു മോഹം ചിലപ്പം അതുങ്ങൾ ഇറങ്ങിപ്പോവായിരിക്കും. പിന്നെയും കണ്ടില്ല ഇപ്പോൾ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ എന്താ ജാതി വ്യത്യാസമായിട്ട് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അതുങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് കൊന്നു കളയുന്നത്. അതൊക്കെ എന്താണ് കാരണം? മാക്സിമം അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കത്തില്ല. നാട്ടുകാർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് എന്ത് തോന്നും, അവരിനി നമ്മളെ കൂടെ കൂട്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും കൂടുതലും ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള നാട്ടിലെ ആരെങ്കിലുമൊക്കെ പിള്ളേരെ ഇച്ചിരി വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരിക്കും വിടുന്നത്. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചിലപ്പം ഗവൺമെൻറ് സ്കൂളിൽ വിടുന്നതായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സ്കൂളുകളിൽ വിടുന്നതായിരിക്കും. പക്ഷേ നമ്മളെന്തായിരിക്കും ചെയ്യുന്നത്? നമ്മളെന്നല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ അച്ഛന്മാരും അമ്മമാരും എൻ്റെ മക്കൾ അവരെ പോലെ തന്നെ അത്രയും വലിയ സ്കൂളുകളിൽ പഠിക്കണം, മാക്സിമം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മാക്സിമം ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിപ്പിക്കാനുള്ള ആ ഒരു തുക മാത്രമേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും മാക്സിമം എത്രയും കഷ്ടപ്പെടാം അത്രയും നമ്മൾ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ആ മക്കളെ LKG മുതൽ +2 വരെ പഠിപ്പിച്ചെടുത്തിട്ടോ. കാശുള്ളവൻ ആ ലെവലിൽ പഠിച്ചങ്ങ് പോകും. പക്ഷേ കാശില്ലാത്ത നമ്മളോ, ഈ കുഞ്ഞിനൊരു ജോലിക്ക് സമ്പാദിക്കേണ്ട കാശ് വരെ നമ്മൾ ഈ UKG വരെ, അപ്പോഴത്തേക്ക് ആ ഒരു അച്ഛൻ്റെ ആയുഷ്കാലം മൊത്തം അതിൽ തീർന്നു. അത് കഴിഞ്ഞിട്ടോ പിന്നെ അതുങ്ങൾ +2 കഴിഞ്ഞാൽ ചുമ്മാ പൈസ ഇല്ലാതെ കൊണ്ട് എവിടെയെങ്കിലും ജോലി കിട്ടുമോ? അപ്പോഴും നമ്മൾ അതിന് കടോ എടോ മേടിച്ചപ്പോൾ ആ ഒരു ജീവിതം അങ്ങനെ അങ്ങ് പോയി. നമ്മൾ മാക്സിമം ആരെയും നമ്മളായിട്ട് അങ്ങ് ജീവിക്കുക, അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് ഇവരെ കണ്ടുകൊണ്ടൊന്നും ജീവിക്കാതിരിക്കുക. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ നോക്കുക. പക്ഷേ അത് അങ്ങനെ ആരെങ്കിലും ഇപ്പം ജീവിക്കും? ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കത്തില്ല. നമ്മളിപ്പം പിന്നെ ഒരു വണ്ടി മേടിക്കാനായിട്ട് പോകുന്നു. അപ്പം കുറഞ്ഞ വണ്ടിയുണ്ട്, കൂടിയ വണ്ടിയുണ്ട്. അപ്പം കുറഞ്ഞ വണ്ടി നമുക്ക് കറക്റ്റ് ആവും, നമ്മുടെ EMI ഒക്കെ അടച്ച് നമുക്കത് കറക്റ്റാക്കി എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും. അപ്പോഴും നമ്മുടെ നോട്ടം എത്രയായിരുന്നു? വലുതിനകത്തോട്ട്. കാരണം എന്താണെന്നറിയാം, അവരതാണ് മേടിച്ചത്. അപ്പോൾ അതിൽ ഒരു പടി മുമ്പേ നമ്മളത് മേടിക്കണം. എന്നാലേ നമുക്ക് ആ സമൂഹത്തിൽ, ഇല്ലെങ്കിൽ അല്ലെ ഒരു സൊസൈറ്റി നമുക്കൊരു വിലയുണ്ടാകും. അപ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇഷ്ടമാണോ നോക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ നോക്കുന്നത് എന്തുവാ? നമ്മുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഇഷ്ടങ്ങളല്ലേ നമ്മൾ നോക്കുന്നത്, അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ച്, ചെറുക്കനും പെണ്ണും കൂടെ വിവാഹം കഴിച്ച് പെട്ടെന്ന് പെണ്ണ് പ്രഗ്നൻ്റ് ആവുന്നു. അപ്പോഴും പറയുന്നത്, അയ്യോ ഇത്ര പെട്ടെന്ന് അങ്ങ് പ്രഗ്നൻ്റ് ആയോ, എന്തൊരു പണിയായി കാണിച്ചത്, നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ ഇനി എന്തു പറയും, നാണക്കേടല്ലയോ, നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കും. നമ്മളൊന്ന് ഇപ്പം 1 വർഷം കഴിഞ്ഞിട്ട് മക്കളുണ്ടായില്ലെന്നുണ്ടെങ്കിൽ ആ അടുത്ത ചോദ്യം വരുന്നത് കേൾക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അയ്യോ എല്ലാവരും ചോദിച്ചു തുടങ്ങി, കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊന്നും ആയില്ലേ എന്ന്. എന്തു പറ്റി, ചെറുക്കനാണോ കുഴപ്പം, പെണ്ണിനാണോ കുഴപ്പം എന്ന് ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര നാണക്കേട്. അന്നേരം നോക്കുന്നത് അതുങ്ങളുടെ കാര്യങ്ങളല്ല, അന്നേരം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കാര്യങ്ങളാണ് നോക്കുന്നത്. എന്നാൽ എനിക്ക് അപ്പൂപ്പനാകണം, അല്ലെങ്കിൽ എനിക്ക് അമ്മൂമ്മയാകണം, അതുകൊണ്ട് നമുക്ക് ഒരു കുഞ്ഞ് വേണം, നിങ്ങൾ വെയിറ്റ് ഒന്നും ചെയ്യണ്ട, അങ്ങനല്ല ആരും പറയുന്നത്. നാട്ടുകാർ പറയുന്നത് കേട്ടോ. നാട്ടുകാരോട് ഞങ്ങൾ എന്ത് മറുപടി പറയും? നാട്ടുകാരുടെ ചോദ്യം കേട്ടോ. ഇപ്പോൾ ഒരു തുണി കൊടുത്തുകൊണ്ട് ഒരു കൊച്ചു പെണ്ണ് അങ്ങോട്ട് ഇറങ്ങുന്നു. നല്ല രീതിയിൽ ഇറങ്ങിയാലും ചീത്ത രീതിയിൽ ഇറങ്ങിയാലും അതിനകത്ത് നോക്കി അത് പറയാൻ, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞു, നീ ഏത് കോഴ്സിനാണ് മോനെ ചേർന്നത്? അയ്യോ ഹ്യൂമാനിറ്റീസ് എടുക്കരുത്, സയൻസ് തന്നെ എടുക്കണം. ആ കുഞ്ഞിനെന്നാൽ ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള ആ ഒരു ക്വാളിറ്റിയെ കാണത്തോളായിരിക്കും. അതിന് എല്ലാവർക്കും ബുദ്ധി ദൈവം ഒരുപോലെയാണ് കൊടുക്കുന്നത്. പക്ഷേ മാക്സിമം അത് ഉപയോഗിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പം ആ സയൻസ് നമ്മുടെ നിർബന്ധത്തിലും കാശ് കൊടുത്തുമൊക്കെ നമ്മൾ വേണേൽ സയൻസ് എടുക്കുക. ആ കുഞ്ഞെട്ട് നില പൊട്ടിയോ? അന്നേരം നാട്ടുകാരാ, അയ്യോ ഞാനിനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ ഉയർത്തി നടക്കും, എൻ്റെ പൊന്നച്ചോ ഞാൻ എന്ത് ചെയ്യുമോ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും മാക്സിമം എല്ലാ അമ്മമാരായാലും അച്ഛന്മാരായാലും ആ കുഞ്ഞുങ്ങളെ ഇട്ട് പാടുപെടുത്തുന്നത്, അല്ലേ? അതിനകത്തും നമ്മുടെ ഇഷ്ടമാണോ നമ്മൾ നോക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെ പാകണോ എന്നും പറഞ്ഞുകൊണ്ടാണോ? അന്നേരം ഭൂരിപക്ഷം ജനങ്ങളും, അച്ഛനായാലും അമ്മമാരായാലും, ഈ നാട്ടുകാരോട് എന്തോ ഞാൻ സമാധാനം പറയും, നമ്മുടെ ബന്ധുക്കളോട് എന്തോ സമാധാനം പറയും എന്നും പറഞ്ഞുകൊണ്ടായിരിക്കത്തില്ലേ അന്നേരവും ആൾക്കാർ, അമ്മയായാലും അച്ഛനായാലും പറയുന്നത്?
ഇത് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പേടിയാണോ അതോ മറ്റുള്ളവർ ഇനി എന്താണ് സംഭവം എന്ന് ഒരു പ്രത്യേക മാനസികാവസ്ഥ എല്ലാവരുടെയും കേട്ടോ. പക്ഷേ നേരത്തെയും നമ്മൾ എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും കാര്യം പറയുന്നത് ചേച്ചി എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ല. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ ചിന്തിക്കുമായിരുന്നു, അയ്യോ അവരെന്ത് വിചാരിക്കും ഞാനിങ്ങനെ ചെയ്ത്, ഞാൻ അങ്ങനെ ചെയ്ത്, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞ്, കാരണം നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സെറ്റായിട്ട് നടക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് എനിക്ക് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, എൻ്റെ എങ്ങും കാണുന്നില്ല, ഇറങ്ങിയിരിക്കുന്നില്ല, ആരും എന്നെ ഒന്നും പറയാനില്ല എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഇറങ്ങും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മക്കളെ സ്കൂളിൽ വിടണം, ഹസ്ബൻഡ് പറയടി എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വലിയ വലിയ സ്കൂളുകളിൽ വിട്ടിട്ടുണ്ടോ, നീ എന്താ പറയുന്നത്? എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മളോട് വന്ന് ചോദിക്കുമല്ലോ. അപ്പം ഞാൻ പറയും എന്തായാലും ഡൊണേഷനും കാര്യങ്ങളും 2-3 സ്ഥലങ്ങളിൽ ചെന്ന് തിരക്കി ഡൊണേഷനും കാര്യങ്ങളും എങ്ങനെ നോക്കും, ചേട്ടാ നമുക്ക് പറ്റുമോ, വിടുക, നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് വിടുക, വിട്ടിട്ട് ഒരു പഠിത്തത്തിൽ ഇച്ചിരി അങ്ങോട്ട് മോശമാണോ ഉഴപ്പാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്തത്, അപ്പോഴേ അവിടുന്ന് ടി സി മേടിച്ചിട്ട് ഗവൺമെൻറ് സിലബസിലോട്ട് അങ്ങ് കയറ്റുവാങ്ങ്, കേരള സിലബസിലോട്ട്. എന്താ അവിടെ പോയിട്ട് വെറുതെ ഫീസ് കൊടുത്ത് നമ്മൾ മക്കൾ പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കേരളയിലോട്ട് അങ്ങോട്ട് വിടുക, അവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ അങ്ങോട്ട് വിടുക, നമ്മളെല്ലാം അവിടെയൊക്കെ പഠിച്ചല്ലേ വളർന്നത്, അവിടെ അങ്ങോട്ട് വിടുക, വിട്ടിട്ട് നല്ലൊരു ട്യൂഷൻ സെൻ്ററിലോട്ട് അങ്ങോട്ട് കയറ്റി, അടിപൊളി. ഇതാ പ്രൈവറ്റിൽ പോയതിനേക്കാളും സൂപ്പറായിട്ട് എൻ്റെ മൂത്ത മോൻ ഇപ്പം പഠിച്ചു വരുന്നു. 7ാം ക്ലാസ് വരെ ഞാൻ ഇതുപോലെ കാശ് കൊണ്ട് കളഞ്ഞതാണ്. ഇപ്പം നാണ്ട് 9ാം ക്ലാസ്സിൽ നല്ല സൂപ്പറായിട്ട് പഠിച്ചു വരുന്നു. നല്ലൊരു ട്യൂഷൻ സെൻറ്ററും അങ്ങോട്ട് ഏർപ്പാടാക്കി, അതിലും നല്ലവണ്ണം പഠിപ്പിക്കുന്ന അവരുടെ സ്കൂള്, കേരള സിലബസിലെ സ്കൂള്. എന്തിനാണ് നമ്മളിങ്ങനെ പ്രൈവറ്റിൽ പോയി നമ്മൾ വെറുതെ ഇങ്ങനെ കാശ് കളയുന്നതെന്നാണ് പിന്നെ നമ്മൾ ചിന്തിച്ചത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിനകത്ത് കുറച്ച് സത്യസന്ധതയോടുമൊക്കെ ജീവിക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഒരു നല്ല നിലയിൽ എത്തിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത്രേ കഴിയത്തുള്ളൂ, നമ്മൾ ആ നിലയിലേ എത്തുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കല്യാണ വീട്, ഒരു ഉദാഹരണം എടുത്താൽ ഒരു കല്യാണ വീട്ടിൽ നിൽക്കുമ്പം ഇപ്പം കാറുള്ളവനും നോക്കുമ്പം ഒരുപാട് സ്വന്തമായിട്ടൊരു വീടുള്ളതും, അതുപോലെ തന്നെ ഇച്ചിരി ദേഹത്ത് പൊന്നാണോ ലിമിറ്റേഷനാണോ പൊന്നാണോ എന്നൊന്നും ആൾക്കാർ നോക്കത്തില്ല. എല്ലാം വാരി വലിച്ച് ഇച്ചിരി ലിഫ്റ്റിക്ക് വിട്ട് അവിടെയും ചുമപ്പിച്ച് ഇവിടെയും ചുമപ്പിച്ച് മുടിയും സ്ട്രെയിറ്റ് ചെയ്ത് ഇച്ചിരി, ഇല്ലെങ്കിൽ ആണുങ്ങളായാലും അതുപോലെ നല്ല ഗെറ്റപ്പിലൊക്കെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് നിന്ന് അവരെ നോക്കാനും അവരോട് സംസാരിക്കാനും, ഇല്ലെങ്കിൽ കാറൊക്കെ ഉണ്ട് അവർക്ക് വലിയ എന്തോ എന്ന് പറഞ്ഞിട്ട് അവരോട്. അതേസമയം നമ്മൾ സാധാ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് നിന്ന്, നമുക്ക് ചിലപ്പം ബൈക്കിലായിരിക്കും പോകുന്നത്, ആ രീതിയിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് നിന്ന് ആരും മൈൻഡൊന്നും ചെയ്തൊന്നുമില്ല. കാരണം എന്താണെന്നറിയാം, അവിടെയും പണത്തിനാണ് മുൻതൂക്കം. ഈ ആൾക്കാരെ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയുമ്പോൾ, ഞാൻ വിവാഹം കഴിച്ച്, സത്യം പറഞ്ഞാൽ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കൊല്ലത്തായിരുന്നു പുള്ളിയൊക്കെ താമസിച്ചത്. അപ്പം കൊല്ലത്തുനിന്ന് അവരുടെ വീട് വിറ്റിട്ട് ഒരു കായംകുളത്ത് വന്നപ്പോഴത്തേക്ക് അവരെന്തോ ഇതായിട്ട് വീട് വിറ്റത്. അപ്പം ആ ഒരു രീതി പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേ അതുങ്ങൾ വാടകയ്ക്ക് അവിടെ വന്ന് താമസിച്ചത്. എൻ്റെ ചേച്ചിയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും കെട്ടിച്ച് വിട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ചപ്പം കല്യാണം കഴിച്ച സമയത്ത് പുള്ളിക്ക് വീടില്ല, സ്വന്തമായിട്ട് വാടക വീട്ടിലോട്ടാണ് കയറി പോകുന്നത്. അന്നേരം എല്ലാവരും ചോദിച്ചു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീടും വസ്തു ഉണ്ടാക്കിയാലേ നിനക്കൊരു നല്ല ഗതി ഉണ്ടാകത്തുള്ളൂ. നീ എന്തിനാ ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ധമായി, കുഞ്ഞുങ്ങളായി, പിന്നെ നിനക്ക് ജീവിതത്തിൽ ഒരു കിടക്കാടം ഉണ്ടാക്കാൻ നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിവാഹം കഴിച്ച് അങ്ങോട്ട് ചെന്ന് കുറച്ച് നാളായപ്പോഴത്തേക്കുള്ള പൊന്നും പൊടിയും എല്ലാം ചേട്ടൻ്റെ എൻ്റെ എല്ലാം എടുത്തിട്ട് ഒരിടത്ത് അങ്ങ് വസ്തു മേടിച്ചിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല, വേറെ ഒരിടത്ത് വസ്തു മേടിച്ചു. അപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർ നോക്കി നിൽക്കില്ല, നമ്മൾ 2 കടക്കട മേടിച്ചോ. നമുക്കൊരു മനസ്സാണ് വേണ്ടത്, അല്ലാതെ ഈ നാട്ടുകാർ പറയുന്നതും കേട്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു മനസ്സുണ്ട്, ആ മനസ്സിൽ നമ്മൾ ജീവിക്കണം. അല്ലാതെ നാട്ടുകാർ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളയോടും തന്തയോടും ഊർത്തി കൊടുത്ത് തള്ളയും തന്തയും അത് ചെയ്യാൻ പറ്റത്തില്ല, വസ്തു വീട് മേടിച്ചിട്ട് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തറക്കല്ലേ നിന്ന് ഇപ്പം അങ്ങനെ നിന്നായിരുന്നെങ്കിൽ അവിടെ അങ്ങ് നിൽക്കേണ്ടി വന്നേനെ. ഇപ്പം അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ 2 വസ്തുവായി, പിന്നെ 2 ഓരോരോ വീടായി. അന്നേരം വീട് വെച്ച സമയങ്ങളിൽ നമ്മൾ നല്ല എന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലിയോ കാര്യങ്ങളോ ഒന്നുമല്ല, അത്യാവശ്യം 1000 രൂപ ഓരോ ദിവസം 1000 രൂപ ശമ്പളക്കാരാണ്. ഓരോ രൂപയിൽ
ഉറുമ്പ് നെൽമണി കൂട്ടി വെക്കുന്നത് പോലെ കൂട്ടി വെച്ച് സ്വർണ്ണങ്ങളായാലും അതും ഇതും ചിട്ടിയും പാട്ടവും കൊടുത്ത് പിന്നെ പ്രമാണം കൊണ്ടുവന്ന് സൊസൈറ്റി കൊണ്ടുവന്ന് പണയവും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീട് വെക്കുന്നത്. അങ്ങനെ ഒരു വീടെല്ലാം തട്ടിക്കൂട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്ന സമയത്തുണ്ടല്ലോ, സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുവന്ന് പിന്നെ കുറച്ച് സ്വർണ്ണങ്ങളെല്ലാം അങ്ങ് വിറ്റിട്ട് ബാക്കി കുറച്ച് സ്വർണ്ണങ്ങൾ കൊണ്ടുവന്ന് പിന്നെ നമുക്ക് SBIയിൽ ഒരു ബാങ്കിലാണെങ്കിൽ പിന്നെ കാർഷിക ലോണിന് കൊണ്ടുവന്ന് വെച്ച് അതാകുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് എടുത്താൽ മതി, വിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് സമയത്തൊരു വെള്ളിയുടെ എനിക്ക് ഇങ്ങനെ മറ്റേ ഗ്യാരണ്ടി ഇടുമ്പോൾ ചൊറിയുന്നത് കൊണ്ട് വെള്ളിയുടെ ഒരു മാല ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആ മാല ഒന്ന് വെളുത്ത് എൻ്റെ ഒരാടെ കല്യാണത്തിന് പോയപ്പം എൻ്റെ മിത്രത്തിൽ തന്നെ എൻ്റെ ബന്ധത്തിൽ തന്നെ ഒരാൾ ചോദിച്ചതാണ്. അത്രയും ജനങ്ങൾ നിന്ന കൂട്ടത്തിൽ ചോദിച്ചു, നിനക്ക് ഈ മാലയൊന്നും മുക്കിച്ചു കൂടായിരുന്നോ മിനിയെ? അത്രയും പേരുടെ മുന്നേ വെച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്തോരം നമ്മൾ നാണം കിടന്നറിയാം. നിനക്ക് ആ മാലയൊന്നും മുക്കിച്ചു കൂടായിരുന്നോ മിനിയെ? അങ്ങ് വെളുത്തു പോയല്ലോ, അത്രയ്ക്കുള്ള കാശ് പോലും ഇല്ലയോ വീട് പണി പൂർത്തിയായപ്പോഴത്തേക്ക് അങ്ങ് നശിച്ചോന്ന്. എന്നാൽ ഈ ചോദിക്കുന്ന ആൾക്കാരൊന്ന് വിചാരിക്കണം, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല, അവരുടെ വീട്ടിലെ പൂർവ്വസ്വത്തും കൊണ്ടല്ല വീട് വെച്ചേക്കുന്നത്, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി ആ മനുഷ്യൻ ആ കൊച്ചി ചെറുക്കനൊരു വീട് വെച്ച്. അപ്പം അത്രയെങ്കിലും ഇപ്പം ഈ പറയുന്ന ആൾ അന്നേരവും വീട് പോലും വെക്കാതെ കണ്ട് ഇരിക്കുക ഈ പറയുന്ന. അപ്പോഴും നമ്മൾ പക്ഷേ അവിടെ നാണം കെട്ടെങ്കിലും കേട്ട് നിന്ന 10 പേര് ചിന്തിച്ചത് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ഒരാളെന്നെ കുറ്റപ്പെടുത്തുമ്പം മറ്റേ ആളിന് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ എന്നെപ്പോലെ 10 പേര് ചിന്തിച്ച് കാണുമായിരിക്കും. അപ്പോഴും നമ്മളവിടെ അത്രയും പേരുടെ മുന്നിൽ നമ്മൾ നാണം കിട്ടും. അന്ന് ഞാൻ വൈകിട്ട് വന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഉണ്ടായി, അത് നമുക്കുള്ളവർ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായി. വിട്ടുകൊടുത്തില്ല, ഒട്ടും വിട്ടുകൊടുത്തില്ല. വാശിയോടെ നിന്നൊരു ഞായറാഴ്ച പോലും വീട്ടിൽ നിൽക്കാതെ കണ്ട് കഷ്ടപ്പെട്ട് ഈ കണ്ട സ്വർണ്ണങ്ങളെല്ലാം ഉണ്ടാക്കി. സ്വർണ്ണമായാലും വീടിൻ്റെ കടവും തീർത്തു, സ്വർണ്ണങ്ങളായാലും അടുത്തൊരു കുഞ്ഞ് 8 വയസ്സുണ്ട്, മൂത്ത ആൾ ഇളയ ആളും തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അന്നേരം പകുതി വീട് പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് കയറിയപ്പോൾ ഈ നാട്ടുകാരും ബന്ധുക്കളും സ്വന്തം വീട്ടുകാരായാലും ചേട്ടൻ്റെ ആൾക്കാരായാലും എൻ്റെ ആൾക്കാരായാലും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു, അയ്യോ ഫുള്ളും വൃത്തിയാക്കിയിട്ടേ അങ്ങോട്ട് കയറാവുള്ളൂ, പെരവാസ്തോലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ, അത് വെച്ചിട്ടേ അങ്ങോട്ട് കയറാവുള്ളൂ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ മറ്റേ കടവും തീർക്കണം, ഇതും എല്ലാം കൂടെ നിങ്ങളെ കൂടെ താങ്ങത്തില്ല എന്ന്. പക്ഷേ കയറിയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ 1 വർഷം എടുത്ത് ഞങ്ങൾ ആ വീട് പണി എന്ന് വെച്ചാൽ ഒരു വീട് പൂർത്തിയാക്കി വരണമെങ്കിൽ എന്തുമാത്രം രൂപ വേണം, അത് പൂർത്തിയാക്കിയെടുത്ത് 1 വർഷം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കിയെടുത്ത് പെരവാസൂലി നടത്തി. അപ്പോഴും ബന്ധുക്കളും നാട്ടുകാർ ഈ പറഞ്ഞ ആൾക്കാർ പിന്നെ പറഞ്ഞു, അല്ലേലും അറിയാം അവനങ്ങനെ ചെയ്യും, അവനെ മിടുക്കനാവനാ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ കേട്ടിരുന്ന് ചിരിച്ച്, കാരണം ഈ ആൾക്കാർ തന്നെ നേരത്തെ പറഞ്ഞത് അങ്ങനെ ചെയ്യും, നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ ചിന്തിച്ച അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാം, അയ്യോ നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചേ ഉള്ളൂ, ഒന്ന് വേണ്ടേ, ഇനി വേണ്ടേ, അയ്യോ ഒന്നിനൊന്ന് കൂട്ട് വേണം, അപ്പോഴും ഞങ്ങളുടെ വീട് വെച്ചിട്ട് കുറച്ച് കടങ്ങളുണ്ട്, എന്നിട്ടൊരു വണ്ടിയും കൂടെ വേണം, അത് കഴിഞ്ഞിട്ട് മതി ഇനി ഒരു കുഞ്ഞെന്ന്. ഇനി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, ഇനി കൊച്ചിന് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇനി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. 6 വർഷം കഴിഞ്ഞപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു ഇനി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. 8 വയസ്സായി, വണ്ടിയെല്ലാം എടുത്തെല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് എൻ്റെ മോനോ ആയത്. ഇപ്പോൾ എൻ്റെ മോന് 4.5 വയസ്സുണ്ട്. ഈ പറഞ്ഞ നാട്ടുകാർ എവിടെ കിടക്കുന്നത്, ഞങ്ങളെവിടെ കിടക്കുന്നത്? ഇതാ ഞാൻ പറയാം, നമ്മൾ നാട്ടുകാരെ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു ആ രീതിയിൽ നമ്മളങ്ങ് ജീവിക്കുക. കാരണം നമുക്കൊരു സാമ്പത്തിക നഷ്ടം വരുമ്പം ഈ നാട്ടുകാരും നമുക്ക് കാണത്തില്ല കൂടെ നിൽക്കാൻ. ഈ നാട്ടുകാരായാലും ബന്ധുക്കളായാലും ആരും കാണത്തില്ല, നോക്കിയിരുന്ന് ചിരിക്കാനേ കാണത്തുള്ളൂ. നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നാളത്തേക്ക് കരുതുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുക, നമുക്കായിട്ട് എന്തെങ്കിലും കരുതുക. എന്നിട്ട് നമ്മൾ ആഡംബരം കാണിക്കണ്ടെന്നല്ല, ആഡംബരം അവർ 100 എടുക്കുവാണെങ്കിൽ നമ്മൾ 1ൻ്റെ ആഡംബരം കാണിച്ചോ, അത് മതി, നമ്മൾ സന്തോഷമാണോ നമുക്കത് മതി. അല്ലാതുകൊണ്ട് നാട്ടുകാരെയും ബോധിപ്പിക്കണം, വീട്ടുകാരെയും ബോധിപ്പിക്കണം. നമ്മളായിട്ടൊരു ഡിസിഷൻ എടുത്താൽ മാത്രം മതി. നാട്ടുകാരുടെ ഒന്നും കൊണ്ട് നമ്മളൊന്നും കേട്ട് ഒരു കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കരുത്. നമുക്കൊരു ഡിസിഷൻ ഉണ്ടല്ലോ, ആ ഡിസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിലുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. കാരണം ഞങ്ങളുടെ കാര്യം വെച്ച് ഞങ്ങൾ പറഞ്ഞാൽ, ഞാൻ 19ാമത്തെ വയസ്സിലാണ് എനിക്ക് എൻ്റെ അദീപ് മോനുണ്ടായത്. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം നടത്തി. 19ാമത്തെ വയസ്സ് അദീപ് മോന 9. എൻ്റെ ഹസ്ബൻഡ് 23 വയസ്സ് എന്നെ വിവാഹം കഴിച്ചത്. 18ഉം 23 വയസ്സും ഒന്നും ഇല്ലയോ,
ചെറിയ പ്രായമല്ലേ അത്. ആ പ്രായത്തിൽ ജീവിതം തുടങ്ങിയതാണ് ഞങ്ങൾ നാട്ടുകാരുടെയും കേട്ടിട്ടില്ല, വീട്ടുകാരുടെയും കേട്ടിട്ടില്ല, ഒന്നും കേട്ടില്ല. എനിക്കാണെങ്കിൽ അറിവും ബോധവും ഒന്നുമില്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ചെങ്കിലും എൻ്റെ ഭർത്താവ് അന്ന് 23 വയസ്സേ ഉള്ളെങ്കിലും പുള്ളി ഓരോന്നൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ചു എടുത്ത് നമ്മൾ ഇത്രയൊക്കെ ആയത്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ നിർണായകമായിട്ടൊരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല റിലാക്സ് ആയിട്ട് ഞങ്ങൾ ഓച്ചറ അമ്പലത്തിൽ പോയി പിന്നെ ദീപാരാധന സമയത്ത് അതെല്ലാം തൊഴുതിട്ട് ആ ആൾക്കാരെ വന്നിരുന്ന് ഞങ്ങൾ ഓരോ ഡിസിഷനും കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ ഇതുവരെ, ഇപ്പം ഞാൻ കോയമ്പത്തൂർ നിൽക്കുന്നില്ലേ, അതിന് മുമ്പ് അതുവരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ഞങ്ങൾ എടുത്തത്. നമ്മുടെ ജീവിതത്തിൽ നല്ലതേ വന്നിട്ടുള്ളൂ. ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കേൾക്കണ്ടെന്നല്ല, കേൾക്കണം, പക്ഷേ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. നമ്മുടെ തീരുമാനത്തിലൂടെ നമ്മൾ പോകാവുള്ളൂ. അത് എന്തായാലും ശരി. അങ്ങനെ നിങ്ങളൊന്ന് ഒന്ന് നോക്ക്, നമ്മുടെ ജീവിതം സൂപ്പറാണ്.